Good evening, everyone. Welcome to the session. So today we're going to discuss about Greibach normal form and how to convert a given context-free grammar to Greibach normal form. Let's start. So Greibach normal form. A context-free grammar is said to be in Greibach normal form if all the productions are of the form A giving alpha x. ഇവിടെ alpha represents a terminal and x represents a combination of terminals and non-terminals. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. A giving small a capital B and B giving small b. ഇത് ആണ് Greibach normal ഫോമിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ്. ഇവിടെ സ്മോൾ എ സ്മോൾ ബി റെപ്രസെൻറ്റ്സ് ആൽഫ, ഒരു ടെർമിനൽ. പിന്നെ എക്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ടെർമിനൽസ് ആൻഡ് നോൺ ടെർമിനൽസ്. ഇവിടെ ഈ കണ്ടിട്ടുള്ള ബ്ലാങ്കും ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു നോൺ ടെർമിനലും ഇതാണ് എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ എക്സ് ഇറ്റ് മേ ബിലോങ് ടു കോമ്പിനേഷൻ ഓഫ് ടെർമിനൽസ് ആൻഡ് നോൺ ടെർമിനൽസ് വി സ്റ്റാർ, ഓർ എക്സ് ബിലോങ്സ് ടു ആൽഫ. ഈ ടെർമിനൽ മാത്രമായിട്ടാവും. സോ ബി ഗിവിങ് സ്മോൾ ബി എന്നും അല്ലെങ്കിൽ ബി ഗീവ്സ് സ്മോൾ ബി ക്യാപിറ്റൽ ബി സി എന്നും, ഇത് രണ്ടും Greibach നോർമൽ ഫോം ആണ്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള Greibach നോർമൽ ഫോമിന്റെ പ്രൊഡക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഒരു തന്നിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ Greibach നോർമൽ ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സോ അതിന്റെ അൽഗോരിതം ആണിത്. സോ സ്റ്റെപ്പ് 1, if the start production is in the right hand side, we introduce a new start production s dash. നമുക്കൊരു തന്നിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ A gives small a capital B and B gives small b. ഇപ്പോൾ തന്നിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ നമുക്ക് ഫസ്റ്റ് നോക്കിയാൽ അറിയാം S gives AS. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ വരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡാഷ് എന്ന് പറഞ്ഞൊരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ വി അസൈൻ എസ് ഡാഷ് ഗീവ്സ് എസ്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. തന്നിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ സിംപ്ലിഫൈഡ് ആണെന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് നോ നൾ പ്രൊഡക്ഷൻസ്, നോ യൂസ്ലെസ് പ്രൊഡക്ഷൻസ് ആൻഡ് നോ യൂണിറ്റ് പ്രൊഡക്ഷൻസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് മൂന്നും ഇല്ല. സോ ഇത് സിംപ്ലിഫൈഡ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലെഫ്റ്റ് റിക്കർഷൻ. ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നോൺ ടെർമിനൽ ആണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള അത് വെച്ച് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ടിങ് വരാണെങ്കിലാണ് ലെഫ്റ്റ് റിക്കർഷൻ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഗീവ്സ് ക്യാപിറ്റൽ എ സി ഓർ ബി ഗീവ്സ് ക്യാപിറ്റൽ ബി എ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ലെഫ്റ്റിൽ വരുന്ന നോൺ ടെർമിനൽ എന്താണോ അത് വെച്ച് തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനെയാണ് ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയാം. ഇങ്ങനെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യണം. ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് നോക്കിയാൽ അത് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം. സോ നമുക്ക് എ ഗീവിങ് എ സി എന്നുള്ളത് നമുക്ക് എ ഗീവിങ് സി എ എന്നുള്ളത്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ആയി. ഇതാണ് തേർഡ് സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ഇൻ ടു ദ ഫോം എ ഗീവ്സ് സ്മോൾ എ ഓർ എ ഗീവ്സ് ബി സി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സി എൻ എഫ് ചോംസ്കി നോർമൽ ഫോമിൽ കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീനെയിം എവറി എലമെന്റ്സ് ഇൻ ദ ഫോം എ ഗിവിങ് എ ഐ where I is equal to 1, 2, 3. നമുക്ക് തന്നിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമ്മൾ ചോംസ്കി നോർമൽ ഫോം കണ്ടുപിടിച്ചതിന് ശേഷം ചോംസ്കി നോർമൽ ഫോമിൽ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് തന്നിട്ടുള്ള പ്രൊഡക്ഷൻസിൽ അതിന് നമ്മൾ A1, A2, A3 അങ്ങനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡിഫൈ റൂൾസ് സോ ദാറ്റ് ദ റൂൾസ് ദാറ്റ് ദേ ആർ ഇൻ ദ ഫോം AJ BI where J is greater than or equal to I. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചോംസ്കി നോർമൽ ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ട് ഓരോ എലമെന്റ് റീനെയിം ചെയ്തതിന് ശേഷം തന്നിട്ടുള്ള എലമെന്റ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A1 gives A2 A3 അല്ലെങ്കിൽ A4 gives A1 A2 ഇങ്ങനൊരു ഫോമിലായിരിക്കാം. ഇവിടെ ഈ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത് ഈ തന്നിട്ടുള്ള ഈ I എന്ന് പറഞ്ഞ വാല്യൂ ഈ രണ്ട് വാല്യൂസിനേക്കാളും ചെറുതായിരിക്കണം. ഇതാണ് ഈ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്. ചെറുതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സോൾവ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അതാണ് സിക്സ് സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്.
Last step, convert it into the form A gives A alpha or B gives A. GNF ഫോമിൽ കൺവേർട്ട് ചെയ്യുക. മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ GNF ഫോം കൺവേർട്ട് ചെയ്യുക. ഇതാണ് 7th സ്റ്റെപ്പ്. സോ നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം എങ്ങനെയാണ് ഒരു തന്നിട്ടുള്ള CFGനെ നമ്മൾ GNFലേക്ക് ആക്കുന്നത്. സോ S gives capital A gives small a, capital B, small a or A, B gives small b, capital A, small b or small b. സോ ഇവിടെ തന്നിട്ടുള്ള കോൺസ്റ്റന്റിലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് പ്രൊഡക്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടോ നോക്കാം. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം സ്റ്റാർട്ട് പ്രൊഡക്ഷൻസ് ഒന്നും റൈറ്റ് ഹാൻഡ് സൈഡില്ല. സോ വി ക്യാൻ സേ ദാറ്റ് നോ സ്റ്റാർട്ട് പ്രൊഡക്ഷൻസ് ഓൺ ദ ആർച്ചസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ. നമുക്ക് തന്നിട്ടുള്ള കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ സിംപ്ലിഫൈ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം S gives A എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ആണ്. സോ നമ്മൾ ആ യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യാം. യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ എന്താണോ തരുന്നത് ആ കമ്പോണൻസ് എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യാം. സോ ദ ന്യൂ S will become S gives small a, capital B, small a or A. സോ ഇതാണ് നമ്മുടെ പുതിയ S സ്റ്റാർട്ട് പ്രൊഡക്ഷൻ. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു, സിംപ്ലിഫൈഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വി ലുക്ക് ഫോർ ലെഫ്റ്റ് റിക്കർഷൻസ്. ചെക്ക് ഇഫ് there are any left recursions. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷനൊന്നും ലെഫ്റ്റ് റിക്കർഷൻസ് ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് there are no left recursions. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ഈ കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ നമ്മൾ CNF ഫോമിൽ കൺവേർട്ട് ചെയ്യണം. A giving small a or A gives capital BC എന്ന് പറയുന്നത് CNFന്റെ ജനറൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ആണ്. സോ നമുക്കറിയാം S gives small a, capital B, small a or A gives small a, capital B, small a or A, B gives small b, capital A, small b or B. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ടുള്ള CFG. ഈ CFGനെ നമ്മൾ CNFൽ കൺവേർട്ട് ചെയ്യാൻ പോകണം. സോ ഫസ്റ്റ് നമുക്കറിയാം CNFൽ നമുക്ക് either one terminal or two നോൺ ടെർമിനൽസ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവാൻ പോകണം. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 3 നോൺ ടെർമിനൽ 3 വേരിയബിൾസ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത്. സോ ഈ 3 വേരിയബിൾസ് നമ്മൾ 2 വേരിയബിൾ കൺവേർട്ട് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ഇൻട്രൊഡ്യൂസ് എ ന്യൂ വേരിയബിൾ CA and CB which represents the terminals A and B. സോ സ്മോൾ എനെ നമ്മൾ CA എന്നുള്ള വേരിയബിൾ ആയിട്ടും സ്മോൾ ബിനെ നമ്മൾ CB എന്നുള്ള വേരിയബിൾ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ന്യൂ പ്രൊഡക്ഷൻസ് വിൽ ബിക്കം S gives CA, capital B, CA or CA. A gives CA, capital B, CA or CA. B gives CB, capital A, CB or CB. സോ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. A, B എന്ന് പറഞ്ഞ ടെർമിനൽസിന് നമ്മൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത CA, CB വെച്ച് റീപ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ 3 വേരിയബിൾസ് ആണ് ഉള്ളത്. സോ ഈ 3 വേരിയബിൾസിനെ റിപ്ലേസ് ചെയ്ത് 2 വേരിയബിൾ ആക്കുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ന്യൂ വേരിയബിൾസ് D1 and D2 where D1 represents BCA. ഫസ്റ്റ് സ്റ്റാർട്ട് പ്രൊഡക്ഷനിൽ BCA റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ D1 എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ D1 gives BCA and D2 gives ACB. So the new start production will become S gives CA D1 or CA. A gives CA D1 or CA. B gives CB D2 or CB. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന CNF ഫോം ആണ് ഈ 1 2 3 4 5 6 7 ഈ 7 പ്രൊഡക്ഷൻസ് ആണ് നമ്മുടെ പുതിയ CNF കൺവേർട്ട് കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ CNF കൺവേർട്ട് ചെയ്ത ഫോം. സോ ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്.
ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഈ CNF ഫോംസിൻ്റെ 7 പ്രൊഡക്ഷൻസിലും ഈച്ച് ആൻഡ് എവറി എലമെന്റ് നമ്മൾ AI ഫോർ A1 A2 A3 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ പോകണം. സോ നമുക്കറിയാം ഫസ്റ്റ് S gives CA D1 or CA. സോ നമ്മൾ ഈച്ച് ആൻഡ് എവറി എലമെന്റ് നമ്മൾ A1 എന്നുള്ള ഫോമിൽ A1 A2 എന്നുള്ള ഫോമിലാണ് കൊണ്ടുവരുന്നത്. സോ എസിനെ നമ്മൾ A1 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, CAനെ നമ്മൾ A2 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, D1നെ നമ്മൾ A3 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, CAനെ നമ്മൾ A2 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഓർഡറിലാണോ CNF ഫോം നമുക്ക് തന്നിട്ടുള്ളത് ആ ഓർഡറിൽ ഈച്ച് ആൻഡ് A1 A2 A3 നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്ത് ഓർഡറിലാണോ നമുക്ക് CNF ഫോം വന്നിട്ടുള്ളത് അതിലെ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് വരെയും നമ്മൾ A1 A2 വെച്ച് പോകേണ്ടത്. ഇവിടെ നമ്മൾ S ഗിവിങ് CA D1 or CA. അപ്പോൾ ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ A1 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, സെക്കൻഡ് എലമെന്റിനെ A2 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, തേർഡ് എലമെന്റിനെ A3 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ A1 A2 A3 റീനെയിം ചെയ്യുക. ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമുക്ക് ഓർത്തേക്കാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ നെക്സ്റ്റ് ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. സെക്കൻഡ് പ്രൊഡക്ഷൻ നമുക്കായിരുന്നത് A gives CA D1 or CA. സോ A ഒരു പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമുക്കിവിടെ A4 എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ അസൈൻ ചെയ്യാം. CA നമുക്ക് ഓൾറെഡി അറിയാം A2 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തിരുന്നു, D1 നമ്മൾ A3 വെച്ച് റീപ്ലേസ് ചെയ്തിരുന്നു, CAനെ നമ്മൾ വീണ്ടും A2 വെച്ച് റീപ്ലേസ് ചെയ്തിരുന്നു. സോ ഇതാണ് സെക്കൻഡ് പ്രൊഡക്ഷൻ. തേർഡ് പ്രൊഡക്ഷൻ നമുക്ക് പറയുന്നത് B gives CB D2 or CB. ഇവിടെ B പുതിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ A5 എന്നുള്ള പുതിയൊരു വേരിയബിൾ എഴുതുന്നു. CB പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ A6 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. D2 പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ A7 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. CB ഇവിടെ A6 ഓൾറെഡി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ A6 എഴുതുന്നു. അങ്ങനെ തേർഡ് പ്രൊഡക്ഷൻ. ഫോർത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് D1 gives BCA. സോ BCA D1 പുതിയൊരു വേരിയബിൾ അല്ല, ബിക്കോസ് ഇവിടെ A3 നമ്മൾ റെപ്രസെന്റ്. സോ A3 B നമ്മൾ A5 വെച്ച് ഓൾറെഡി റെപ്രസെന്റ് ചെയ്തിരുന്നു, CAനെ നമ്മൾ A2 വെച്ച് റെപ്രസെന്റ് ചെയ്തിരുന്നു. ഇതാണ് ഫോർത്ത്. ഫിഫ്ത്ത് പ്രൊഡക്ഷൻ D2 gives ACB. ഇവിടെ D2 പുതിയ വേരിയബിൾ അല്ല, ശ്രദ്ധിച്ച് നോക്കിയാണ് A7 വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. സോ A7 A will become A4 and CB becomes A6. Next CA giving small a. CAനെ നമ്മൾ A2 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, സ്മോൾ എ ടെർമിനൽ എ പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ A8 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെവൻത്ത് പ്രൊഡക്ഷൻ CB ഗിവിങ് സ്മോൾ b. CBനെ നമ്മൾ A6 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, സ്മോൾ b ഒരു പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ A9 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ ടെർമിനൽസിനെയും അതായത് ഓരോ എലമെന്റ്സിനെയും നമ്മൾ A1 A2 A3 എന്ന ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നു. സോ ആഫ്റ്റർ റീനെയിമിംഗ് the productions will become A1 giving A2 A3 or A2, A4 giving A2 A3 or A2, A5 giving A6 A7 or A6, A3 will give A5 A2, A7 will give A4 A6, A2 will give A8 and A6 will give A9. സോ ഇങ്ങനെയാണ് തന്നിട്ടുള്ള 7 പ്രൊഡക്ഷൻസ് റീനെയിം ചെയ്ത് A1 A2 ഫോമിലാക്കട്ടെ. ഇവിടെ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിവിടെ ടെർമിനൽ എക്കും ബിക്കും നമ്മൾ A8 A9 റെപ്രസെന്റ് ചെയ്തു. നമ്മളപ്പോൾ in addition to that we add two more variables. A8 ഉം A9 ആണ് നമ്മൾ സ്മോൾ എന് സ്മോൾ ബി റെപ്രസെന്റ് ചെയ്യുന്നത്. അത് വീണ്ടും എഴുതാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ A8 gives small a എന്നും A9 gives small b. ഇതാണ് നമുക്ക് ചെയ്യേണ്ട അഡീഷണൽ സ്റ്റെപ്പ്. തന്നിട്ടുള്ള 7 പ്രൊഡക്ഷൻസ് നമ്മൾ A1 A2 ഫോമിൽ ആക്കുക. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുക എന്ത് ടെർമിനലിൽ എന്ത് വേരിയബിൾസ് റീപ്ലേസ് ചെയ്തിട്ടാണ്. ഇവിടെ A B, ഈ A B റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ A8 A9 എഴുതിയിട്ടുണ്ട്. സോ 7 പ്രൊഡക്ഷൻസ് റീനെയിം ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ A8 ഉം A9 ഉം വീണ്ടും എഴുതാം. അപ്പോൾ ടോട്ടലി നമുക്ക് 5th സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ടോട്ടലി നമുക്ക് 9 പ്രൊഡക്ഷൻസ് ആണ് കിട്ടുന്നത്. ഇത് മൊത്തം ഇതാണ് 5th സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡിഫൈ റൂൾസ് സോ ദാറ്റ് ദേ ആർ ഇൻ ദ ഫോം AJVI where J less than equal to I. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ 9 പ്രൊഡക്ഷൻസിൽ ചെക്ക് ചെയ്യുക. അവിടെ തന്നിട്ടുള്ള 9 പ്രൊഡക്ഷൻസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ള ഈ ഒരു സബ്സ്ക്രിപ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാളും ചെറുതായിരിക്കണം എന്നാണ് ഈ ഒരു റൂൾ ഉദ്ദേശിക്കുന്നത്. J greater than equal to I. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കാം. ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ A1 gives A2 A3 or A2. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 എന്ന് പറയുന്നത് 2-നേക്കാളും 3-നേക്കാളും ചെറുതാണ്. സോ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ A4 gives A2 A3 or A2. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം A4 എന്ന് പറയുന്നത് A2-നേക്കാളും ചെറുതല്ല വലുതാണ്. സോ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നെക്സ്റ്റ് A5 gives A6 A7 or A6. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് 6-നും 7-നേക്കാളും ചെറുതാണ്. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ തന്നിട്ടുള്ള 9 പ്രൊഡക്ഷൻസും ചെക്ക് ചെയ്യാം. അവിടെ ഏതൊക്കെ പ്രൊഡക്ഷൻസ് ആണോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് അവിടെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുന്നത്. നേരത്തെ തന്നിട്ടുള്ള 9 പ്രൊഡക്ഷൻ നമുക്ക് അറിയാം A4 gives A2 A3 or A2. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കുക A4 A2 ഫസ്റ്റ് 2 വേരിയബിൾസ് ചെക്ക് ചെയ്യുക. ഇതാണ് I, ഇവിടെ I equal to 4, ഇവിടെ J equal to 2. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ I should be less than J. ഇതാണ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ I greater than J ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ I less than J എന്നുള്ള ഫോമിൽ കൺവേർട്ട് ചെയ്യണം. സോ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ A2, ഈ A2 എന്തിനാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് ആ ഒരു എലമെന്റ് ഇവിടെ എടുത്ത് എഴുതുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം A2 points to A8. സോ നമ്മളവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ A2-ന് പകരം A8 എഴുതുകയാണ്. സോ A4 gives A2-ന് പകരം A8 A3 or ഇവിടെ വീണ്ടും A2 വന്നുകൊണ്ട് നമ്മൾ വീണ്ടും എഴുതുക A8. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം I-ന്റെ വാല്യൂ ഈക്വൽ ടു 4, J-ന്റെ വാല്യൂ ഈക്വൽ ടു 8. സോ ഇവിടെ I less than J എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഇതായിരിക്കും ന്യൂ അപ്ഡേഷൻ, ന്യൂ മോഡിഫിക്കേഷൻ. വീണ്ടും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം A2 A7 will give A4 A6. ഈ ഒരു പ്രൊഡക്ഷൻ I less than J കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മൾ വീണ്ടും അതിനെ എടുത്തെഴുതാം. A7 gives A4 A6. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം I-ന്റെ വാല്യൂ 7-ഉം J-ന്റെ വാല്യൂ 4-ആണ്. സോ I less than J എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇവിടെ മോഡിഫിക്കേഷൻ വരുത്താം. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ A4 എന്ത് റെപ്രസെന്റ് ചെയ്യുന്നോ അത് ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന പോയിന്റ്. സോ ഇവിടെ അറിയാം നമുക്ക് A4 represents A2 A3 or A2. ഈ A2 A3 or A2 നമ്മൾ A8 വെച്ച് നമ്മളിവിടെ നേരത്തെ മോഡിഫിക്കേഷൻ വരുത്തിയിരുന്നു. സോ ഇതാണ് പുതിയ A4. അപ്പോൾ നമ്മൾ എടുത്തെഴുതുമ്പോൾ A7 will give you A8 A3, ഇവിടെ A6 ഉണ്ട്, A6 ഇവിടെ എഴുതാം A6 or ഇവിടെ A8 മാത്രമേ ഉള്ളൂ. സോ A8, ഇവിടെ A6 ഉണ്ട്, സോ A6. A4-നെ മാത്രം എഴുതുമ്പോൾ A8ഉം A3 കിട്ടുന്നുള്ളൂ. ഇവിടെ ഒരു A6 ഉള്ളതുകൊണ്ട് നമ്മൾ ആ A6 അഡീഷണൽ ഇവിടെ ആഡ് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ
or A8ൻ്റെ അവിടെ A4 റെപ്രസെൻറ്റ് A8 എഴുതി അതിനൊപ്പം തന്നെ A6 ആഡ് ചെയ്യും. സോ ഇതാണ് പുതിയ A7 എന്ന് പറയുന്നത്. സോ ഇതാണ് സിക്സ്ത് സ്റ്റെപ്പ് മോഡിഫിക്കേഷൻസ്. നമ്മൾ നോക്കുക, തന്നിട്ടുള്ള ഓരോ പ്രൊഡക്ഷൻസിലും I less than J എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാത്ത അവരെ വീണ്ടും ഇതുപോലെ മോഡിഫൈ ചെയ്ത് എഴുതാം. സോ ഇതാണ് സിക്സ്ത് സ്റ്റെപ്പ്. സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഡക്ഷൻസിനെയും നമ്മൾ A gives A alpha എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, GNF ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പ്. സോ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടെർമിനൽ ഓരോ റീനെയിം ചെയ്തിട്ടുള്ള എലമെന്റ്സിനെയും നമ്മൾ A gives A alpha എന്നുള്ള ഫോമിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GNF ഫോമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും ഒരു ടെർമിനൽ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എല്ലാ പ്രൊഡക്ഷൻസും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം A gives A alpha. ഇവിടെ നമ്മൾ A1 gives A2 A3 or A2 എന്ന് എഴുതിയിട്ടില്ല. സോ നമ്മൾ എല്ലാ എലമെന്റ്സിനെയും സ്റ്റാർട്ടിങ് നമ്മൾ ടെർമിനൽ A or B വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പ്. നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ ചെയ്തിരുന്നു A8 gives small a എന്നും A9 gives small b എന്നും അസൈൻ ചെയ്തിരുന്നു. നമ്മൾ ടെർമിനൽ എക്ക് പകരം A8 എന്നുള്ള പുതിയ എലമെന്റും ടെർമിനൽ ബിക്ക് പകരം A9 എന്നുള്ള പുതിയ എലമെന്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഈ 9 പ്രൊഡക്ഷൻസിനെ നമ്മൾ സ്റ്റാർട്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡിലെ സ്റ്റാർട്ടിങ് എലമെന്റ് A8 ആൻഡ് A9 വെച്ച് റീപ്ലേസ് ചെയ്യാണ് ഇവിടെ ചെയ്യേണ്ട മെയിൻ പ്രൊസീജിയർ. സോ നമ്മൾ ഇപ്പോൾ ഇരുന്നുള്ള പ്രൊഡക്ഷൻ നമ്മൾ റീനെയിം ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് A1 gives A2. നമുക്കറിയാം A2 നേരത്തെ പ്രശ്നം നോക്കി അറിയാം A2 gives A8 എന്നാണ്. സോ നമുക്ക് എഴുതാം A2നെ റീപ്ലേസ് ചെയ്തിട്ട് A8 A3 or A2. സോ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് A4 gives, നമുക്കറിയാം A4 നമ്മുടെ I less than J എന്നുള്ള ഫോമിൽ കൺവേർട്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പുതിയ A4 വരാം. സോ A4 gives A8 A3 or A8. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി A8ന്റെ ഫോമിലാണ് ഇരിക്കുന്നത്. A8 ആണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ. സോ നമുക്ക് ചേഞ്ച് വരുത്തണ്ട. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്ഷൻ. തേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A5 gives A6 A7 or A6. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ A6 നമുക്കറിയാം A6 gives A9. സോ നമുക്ക് A6നെ A9 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ പുതിയ പ്രൊഡക്ഷൻ A5 will become A9 A7 or A9. സോ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്ഷൻ. ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്ഷൻ വരെ. ഫോർത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A3 will give you A5 A2. സോ ഇവിടെ റീനെയിം ചെയ്യുമ്പോൾ A3 will become A5 നമുക്കറിയാം A9 A7. അവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു A5നെ നമ്മൾ ഓൾറെഡി പുതിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് A5 നമ്മൾ A9 A7 or A9 വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ A3 will become A9 A7, പിന്നെ ഈ ഒരു A2 കൂടെ എടുക്കാം or A9 A2. സോ ഇതാണ് നമ്മുടെ ഫോർത്ത് പ്രൊഡക്ഷൻ. ഫിഫ്ത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A7 will give you A8 A3 A6 or A8 A6. നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഇത് A7 നമ്മൾ ഓൾറെഡി മോഡിഫൈ ചെയ്തിരുന്നു അക്കോർഡിംഗ് ടു A less than J എന്നുള്ള ഫോമിൽ. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ A7. സോ ഇത് നമ്മുടെ ഫിഫ്ത്ത് പ്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി A8 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് A2 will give you A8. ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി A8 ആണ് സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ. സെവൻത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് A6 will give you A9. ഇവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് A9 ആണ് സ്റ്റാർട്ടിങ്. ദെൻ എയ്ത്ത് പ്രൊഡക്ഷൻ A8 will give you
small a. Then ninth production A9 will give you small b. സോ ഇങ്ങനെയാണ് നമ്മൾ തന്നിട്ടുള്ള എല്ലാ ഫോംസും GNF ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ഇതിനെയും A8 A9 എന്നുള്ള സ്റ്റാർട്ടിംഗ് ഫോംസിലാക്കി. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A8 A9 നമ്മൾ എയും ബിയും വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ നമ്മൾ എടുത്തിരുന്ന പുതിയ പ്രൊഡക്ഷൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. സോ ഈ ഒരു പ്രൊഡക്ഷൻ A1 this will become A1 gives A8 പകരം സ്മോൾ a എഴുതുക. സ്മോൾ a A3 ആൻഡ് സ്മോൾ a. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ ഇവിടെ A8 ആണ് കേട്ടോ. സ്മോൾ a A3 ആൻഡ് സ്മോൾ a. സോ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ. അതുപോലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ A8 എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ സ്മോൾ a വെച്ചിട്ടും A9 എവിടെയൊക്കെ വരുന്നുണ്ടോ അതിനൊക്കെ സ്മോൾ b വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സെക്കൻഡ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് A2 A4 will give you A8 A3. A8 പകരം നമ്മൾ സ്മോൾ a എന്ന് എഴുതും. A3 as it is, then A8A. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്ഷൻ. തേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A5 will give you A9 A7 or A9. A9 നമുക്കറിയാം it points to B. സോ A9 പകരം നമ്മൾ B വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ന്യൂ A5 will become ഇവിടെ എഴുതാം A9 A5 will become A9 പകരം സ്മോൾ b A7 or സ്മോൾ b. ഇതായിരിക്കും നമ്മുടെ തേർഡ് പ്രൊഡക്ഷൻ. ദെൻ ഫോർത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A9 A7 A2 or A9 A2. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ A9 റീപ്ലേസ് ചെയ്യുക. സോ A3 will become A9 നമുക്കറിയാം സ്മോൾ b A7 as it is, A2 as it is, then A9 പകരം സ്മോൾ b and A2. ഇതാണ് നമ്മുടെ ഫോർത്ത് പ്രൊഡക്ഷൻ. ഫിഫ്ത്ത് പ്രൊഡക്ഷൻ says A7 will give you A8 A3 A6 or A8 A6. സോ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ it becomes A7 പകരം A8 പകരം സ്മോൾ a A3 A6 or സ്മോൾ a A6. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് പ്രൊഡക്ഷൻ. സിക്സ്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A2 gives A8. സോ നമുക്കറിയാം A2 will give you A8 എന്താണ് സ്മോൾ. നെക്സ്റ്റ് A6 will give you സ്മോൾ b. സോ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി അറിയാം. ഈ A8 A9 വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ എല്ലാത്തിനും നമ്മൾ A8 A9 സ്റ്റാർട്ടിങ് കൊടുത്തിരുന്നത്. സോ ഫൈനലൈസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന A8 gives A and A9 gives B എന്ന് നമുക്ക് ഇഗ്നോർ ചെയ്യാം. സോ ഈ ഉള്ള 7 പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നോക്കി കഴിഞ്ഞാൽ A1 gives small a A3 or A, A4 gives small a A3 or A, A5 gives B A7 or B, A3 gives B A7 A2 or B A2, A7 gives A A3 A6 or A A6, A2 gives small a and A6 gives B. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ പ്രൊഡക്ഷനിലും ആർ ഓഫ് ദ ഫോം A gives A alpha. ഇവിടെ ഈ A റെപ്രസെന്റ് ചെയ്യുന്നത് ടെർമിനൽസ് A and B ആൻഡ് ആൽഫ റെപ്രസെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടെർമിനൽസ് ആൻഡ് നോൺ ടെർമിനൽസ്. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് പ്രൊഡക്ഷനിൽ A3 ആണ്, സെക്കൻഡിൽ A3 ആണ്, തേർഡിൽ A7, ഫോർത്ത് A7 ആൻഡ് A2 കോമ്പിനേഷൻ, ദെൻ A3 ആൻഡ് A6 കോമ്പിനേഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു തന്നിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ നമ്മൾ ഗ്രേബാക്ക് നമ്പർ ഫോം കാണേണ്ടത്. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സോ നമുക്ക് ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ സേസ് S will give you A S B or A B. സോ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം സ്റ്റാർട്ട് പ്രൊഡക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രശ്നമാണോ നോക്കാം. സോ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട് A gives A S B. സോ ഇങ്ങനെ ഇത്ര സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. We introduce a new variable S dash. നമുക്ക് അൽഗോരിതത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാം
first step if the start production is on the right hand side, we introduce a new start production S dash. So what നമ്മൾ S dash introduce it, we'll assign that S dash to S. Then S will give you ASB or AB. So ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് സിംപ്ലിഫൈഡ് ആണോ ചെക്ക് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം ഓൾറെഡി സിംപ്ലിഫൈഡ് ഫോമിലാണ്. There are no null productions, no unit productions, and there are no useless productions. So already simplified എന്ന് പറയാം. തേർഡ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. നമുക്ക് നോക്കി കഴിഞ്ഞാൽ no left recursions, so we can say that no left recursions occur. So fourth step എന്ന് പറയുന്നത് convert into A gives small a or A gives capital BC. CNF ഫോമിൽ കൺവേർട്ട് ചെയ്യുക. So ഇവിടെ നമുക്കറിയാം the productions are S dash will give you small S and S will give you small a, SB or AB. So ടെർമിനൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് പുതിയ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. CA will give you A and CB will give you B. So ഈ തന്നിട്ടുള്ള പ്രൊഡക്ഷനെ നമ്മൾ റീനെയിം ചെയ്യാണ്. S will give you CA, SCB or CACB. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഓൾറെഡി അറിയാം CNF ഫോം എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് മാത്രമേ അതിനെ അലൗഡ് ഉള്ളൂ. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 3 വേരിയബിൾസ് ഉണ്ട്. സോ ഈ 3 വേരിയബിൾസ് നമ്മൾ രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് D1. D1 gives SCB. സോ ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് വീണ്ടും റീറൈറ്റ് ചെയ്ത് എഴുതാം. S will give you CA D1 or CACB. So ഇതാണ് നമ്മുടെ പുതിയ productions. So the new productions are S dash will give you S, S will give you CA D1 or CACB, then D1 will give you SCB, CA will give you A and CB will give you B. ഈ 5 productions ആണ് after conversion കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് rename every element in the form AI where I is equal to 1 to 3. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നിട്ടുള്ള CNF പ്രൊഡക്ഷൻ എന്ത് ഫോർമാറ്റാണ് തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ഓരോ പ്രൊഡക്ഷൻസിനും നമ്മൾ റീനെയിം ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ പറയുന്നത് S dash will give you S ആയിരുന്നു. സോ നമ്മുടെ S ഡാഷിനെ A1 എന്നും എസിനെ A2 എന്നും നമ്മൾ അസൈൻ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക, എന്ത് ഓർഡറിലാണോ നമുക്ക് തന്നിട്ടുള്ള CNF ആ ഓർഡറിൽ ഓരോ എലമെന്റ് അനുസരിച്ച് വേണം നമ്മൾ A1, A2, A3 നമ്പർ ചെയ്ത് പോകാനായിട്ട്. അടുത്ത പ്രൊഡക്ഷൻ നമുക്കറിയാം S will give you CA D1 or CACB. സോ നമുക്ക് അറിയാം എസിന് നമ്മൾ ഓൾറെഡി A2 നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. CA പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ A3 എന്ന് മാർക്ക് ചെയ്യുന്നു. DA പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ A4 എന്ന് മാർക്ക് ചെയ്യുന്നു. CA ഓൾറെഡി A3 എന്ന് മാർക്കാണ്. CB പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ A5 എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് D1 will give you SCB. D1 നമ്മൾ ഓൾറെഡി മാർക്ക്ഡ് ആണ് A4, S ഓൾറെഡി മാർക്ക്ഡ് ആണ് A2, CB ഓൾറെഡി മാർക്ക്ഡ് ആണ് A5. നെക്സ്റ്റ് CA will give you small a and CB will give you small b. CA ഓൾറെഡി മാർക്ക്ഡ് ആണ് A3. ടെർമിനൽ A ഒരു പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പുതിയൊരു വേരിയബിൾ അസൈൻ ചെയ്യുന്നു A3. സോ ഇവിടെ A6. CB നമുക്കറിയാം A5 അസൈൻഡ് ആണ്. സ്മോൾ ബി ഒരു പുതിയ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ A7 വെച്ച് അസൈൻ ചെയ്യുന്നു. സോ ഇതാണ് പുതിയ റീനെയിം ചെയ്ത് കിട്ടുന്ന ഫോം. സോ നമുക്ക് റീറൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫൈനലൈസ് ചെയ്ത് എഴുതാം. A1 will give you A2, A2 will give you A3, A4 or A3, A5. A4 will give you A2, A5. A3 will give you A6 and A5 will give you A7. സോ ഇങ്ങനെയാണ് 5 പ്രൊഡക്ഷൻസും റീനെയിം ചെയ്തതിനു ശേഷം വരിക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻസ് റീനെയിം ചെയ്തതിനു ശേഷം ടെർമിനൽ എയും ബിയും എന്ത് വേരിയബിൾ വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത് അത് വീണ്ടും എടുത്തെഴുതുക എക്സ്ട്രാ 2 പ്രൊഡക്ഷൻസ് ആയിട്ട്. സോ നമുക്കിവിടെ അറിയാം
terminal A നെ നമ്മൾ A6 വെച്ചാണ് replace ചെയ്യുന്നത്. So we can write A6 gives small a and A7 will give you small b. So ഈ 7 പ്രൊഡക്ഷൻസ് ആണ് റീനെയിം ചെയ്തതിനു ശേഷം വരിക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡിഫൈ റൂൾ സോ ദാറ്റ് ദേ ആർ ഇൻ ദ ഫോം AJ/VI where J greater than equal to I. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള 7 പ്രൊഡക്ഷൻസിലും I less than J എന്നുള്ള കോൺസെപ്റ്റ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ഒന്ന് ചെക്ക് ചെയ്യാം ഓരോ പ്രൊഡക്ഷൻസ്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം A1 gives A2. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ബിക്കോസ് ഇവിടെ ഐൻ്റെ വാല്യൂ 1 ജെൻ്റെ വാല്യൂ 2 ആണ്. സോ I less than J സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇവിടെ A2 gives A3 A4 A3 A5. ഇതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം A4 will give you A2 A5. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ 4ഉം ജെൻ്റെ വാല്യൂ 2 ആണ്. സോ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇവിടെ ഒരു എറർ ഉണ്ട്. സോ ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് മോഡിഫൈ ചെയ്യണം. നെക്സ്റ്റ് A3 will give you A6 condition satisfied. A5 will give you A7 condition satisfied. This is satisfied. So ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒറ്റൊരു പ്രൊഡക്ഷൻ മാത്രം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനെ മോഡിഫൈ ചെയ്യാൻ പോകുന്നു. സോ A4 will give you A2 A5. സോ നമുക്കറിയാം ഈ A2 എന്തിനാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് എടുത്തെഴുതുക എന്നുള്ളതാണ്. സോ A4 will become A3 A4. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ A2 എന്താണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് അത് തന്നെ നമ്മൾ എടുത്തെഴുതാണ് ചെയ്യുന്നത്. A3 A4 and or A3 A5. സോ A3 A4. ഇവിടെ ഒരു A5 ഉണ്ട്. സോ we write A5 or A3 A5. ഇവിടെ ഒരു A5 ഉള്ളതുകൊണ്ട് we write A5. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ. ഇവിടെ വീണ്ടും ചെക്ക് ചെയ്താൽ നമുക്കറിയാം I less than J എന്നുള്ള ഫോർമാറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ബിക്കോസ് 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ A3 എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതണം. സോ ന്യൂ A4 will become A4 gives A6 A4 A5 or A6 A4 A5. Sorry, A6 A5 A5. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ A4 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം I less than J condition satisfied because I's value is 4 and J's value is 6. സോ ഇവിടെ condition satisfied ആണ്. സോ ഇതാണ് നമ്മുടെ പുതിയ A4. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ഇൻ ദ ഫോം A gives A alpha. നമുക്കറിയാം ഈ തന്നിട്ടുള്ള ഈ 9 പ്രൊഡക്ഷൻസിനെ നമ്മൾ GNF ഫോമിൽ കൺവേർട്ട് ചെയ്യുക. GNF ഫോമിൽ കൺവേർട്ട് ചെയ്യുന്ന പോലെ നമുക്കറിയാം GNF ഫോമിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ടെർമിനൽ വെച്ചായിരിക്കും. സോ എല്ലാ പ്രൊഡക്ഷൻസിൻ്റെയും സ്റ്റാർട്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡിലെ സ്റ്റാർട്ടിങ് എപ്പോഴും ടെർമിനലിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ നമുക്കറിയാം ഇവിടെ ടെർമിനൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് A6ഉം A7 ആണ്. A6ഉം A7. A6 points to A and A7 points to B. സോ എല്ലാ പ്രൊഡക്ഷൻസും ഇത് സ്റ്റാർട്ടിങ് A6ഉം A7 എന്നുള്ള ഫോമിലേക്ക് ആക്കലാണ് സ്റ്റെപ്പ്. സോ നമുക്കറിയാം A1 will give you A2 ആണ് ഫസ്റ്റ് ആയിരുന്നു, ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു. സോ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ A1 gives A2. നമുക്കറിയാം A2നെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതിയിരുന്നു A3 A4 or A3 A5. സോ അതിനെ നമ്മളിവിടെ എഴുതാണ് A3 A4 or A3 A5. നമുക്കിവിടെ അറിയാം A3 points to A6. A3 points to A6 which indirectly points to the terminal A. So നമുക്ക് A6 വെച്ച് എഴുതാവുന്നതുകൊണ്ട് this production will become A6 A4 or A6 A5. So ഇതാണ് നമ്മുടെ പുതിയ A1. Next step, A2 will give you A3 A4 and A3 A5. So നമുക്ക് അറിയാം ഈ നമ്മൾ ഇതിനെ റീനെയിം ചെയ്ത് so it will become A3 points to A6. So we can write that A6 A4 or A6 A5. So ഇതാണ് നമ്മുടെ പുതിയ A2. Next, A4 will give you
നമുക്കറിയാം ഇവിടെ ഓൾറെഡി മോഡിഫൈ ചെയ്ത് നമ്മൾ എഴുതുന്നു A4 give you A6 A4 A5 or A6 A5 A5. സോ ഇതാണ് നമ്മുടെ പുതിയ A4. സോ we can write as it is because A6 ഓടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. So we can write A6 A4 A5 or A6 A5 A5. സോ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്ഷൻ. ഫോർത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് A3 will give you A6 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ആവശ്യമില്ല ബിക്കോസ് ഓൾറെഡി A6 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് A4 sorry A4 yes A4 sorry A5 will give you A7. സോ ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള എല്ലാ പ്രൊഡക്ഷൻസിനും നമ്മൾ A6ഉം A7ഉം സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A6ഉം A7ഉം ഇൻഡയറക്ട്ലി പോയിന്റ്സ് ടു ടെർമിനൽസ് A ആൻഡ് B. സോ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്ഷൻസിനെ നമ്മൾ ഈ പ്രൊഡക്ഷനിൽ A6നും A7നും നമ്മൾ സ്മോൾ ലെറ്റർ A ആൻഡ് B റെസ്പെക്റ്റീവ്ലി നമുക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ A1 becomes A6 നമുക്കറിയാം സ്മോൾ എ ആണ്. സോ സ്മോൾ എ A4 or സ്മോൾ എ A5. സോ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് A2 will become A6 നമുക്കറിയാം സ്മോൾ എ A4 or small a A5. Next A4 will give you A6 A4. So A4 will give small a A4 A5 or small a A5 A5. So on the fourth portion, fifth portion of the A3 will give you A6. So we can write A3 points to A and A5 points to B. So ഇതാണ് നമ്മുടെ final Greibach normal form. See, these are the results. A1 will give you small a A4 or small a A5. A5 will give you small a A4 or small a A5. A4 will give you small a A4 A5 or small a A5 A5. A3 will give you A and A5 will give you B. ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം they are of the form A will give you small a alpha. ഇവിടെ ഈ A represents terminal A and B and alpha represents the combinations A4 A5 etc. സോ ഇങ്ങനെയാണ് നമ്മൾ തന്നിട്ടുള്ള Greibach normal ഫോമിനെ ഇങ്ങനെ തന്നിട്ടുള്ള ഈ കോൺസ്റ്റന്റ് ഗ്രാമിനെ Greibach normal ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത്. So next we look at the differences between different types of normal form. നമുക്കറിയാം രണ്ട് ടൈപ്പ് normal form ആണുള്ളത്, Chomsky normal form and Greibach normal form. So the first point says Chomsky അതിന്റെ general standard representation ആണ് first point question. A will give you BC or A gives small a. ഇങ്ങനെ ഇതാണ് CNFന്റെ standard form. രണ്ട് വേരിയബിളാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു പ്രൊഡക്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാൻ പാടുള്ളൂ. അതാണ് Chomsky normal form. Greibach എന്ന് പറയുന്നത് followed by terminal followed by combination of terminals and non-terminals. Example, A will give you AA or BB. B will give you small b. This is Chomsky normal formula. Then A will give you small ab or B will give you small b. This is Greibach normal formula example. This is Chomsky normal formula. So the second step says number of steps required to generate a string of length n is 2n minus 1. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ് തന്നു കഴിഞ്ഞാൽ അത് എത്ര നമ്മൾ സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ number of steps required is 2n minus 1 where n is the length of the string. So ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A will give you capital AB. A will give you small a and B will give you small b. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു CNF നമുക്ക് AB എന്നുള്ള സ്ട്രിംഗ് ജനറേറ്റ് ചെയ്യാം. സ്ട്രിംഗ് ജനറേറ്റർ ഈസ് AB. സോ ഇത് എത്ര നമ്പർ ഓഫ് സ്റ്റെപ്പിൽ ചെയ്യാമെന്നതാണ് ഇവിടെ നോക്കുന്നത്. സോ നമുക്കറിയാം A will give you AB, then A നമ്മൾ സ്മോൾ വെച്ച് റിപ്ലേസ് ചെയ്യുന്നു AB, then next സ്മോൾ B വെച്ച് റിപ്ലേസ് ചെയ്യുന്നു AB.
സോ എ ബി എന്ന സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് 1 2 3. സോ 3 steps are required. സോ നമുക്കിവിടെ അറിയാം ലെങ്ത് ഈസ് 2n-1. ഇവിടെ n എന്ന് പറയുന്നത് ലെങ്ത് 2 ആണ്. സ്ട്രിങ്ങിന്റെ ലെങ്ത് ഒക്കെ എ ബി ലെങ്ത് 2. സോ 2 of 2 minus 1, which will become 4 minus 1, which is equal to 3. So 3 steps. So Chomsky normal formula, to generate a string we require the number of steps, which is 2n-1, where n is the number length of the string. ഇവിടെ Greibach normal form ആണെങ്കിൽ number of steps required to generate a string of length n is n. Same example എടുക്കാം, string a b generate ചെയ്യാനായിട്ട്. So Greibach normal form, a will give you small a b and b will give you small b. ഇവിടെ a b എന്നുള്ള സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സ്റ്റെപ്സ് റിക്വയർ ചെയ്യുന്നു നോക്കാം. സോ a b then small b will be replaced by a b. സോ a b ജനറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സ്റ്റെപ്സ് വേണ്ടി വരുന്നുള്ളൂ. സോ നമുക്ക് അറിയാം ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. സോ എന്താണ് ലെങ്ത്, അത്രയും നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ് ഒരു സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരാം Greibach normal form. സോ ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് Chomsky normal form is used in CYK algorithm or membership algorithm. ഒരു തന്നിട്ടുള്ള സ്ട്രിങ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമിൽ ബിലോങ് ചെയ്യുന്നോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ മെമ്പർഷിപ്പ് ഫംഗ്ഷനിലാണ് CNF ഫോംസ് മെയിൻലി യൂസ് ചെയ്യുക. Greibach normal form യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ PDF പുഷ് ഓൺ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുക, അതിന്റെ മെഷീൻ മോഡലിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ Greibach normal form യൂസ് ചെയ്യുന്നത്. Next, derivation tree obtained by CNF is always binary tree. CNF ഫോമിൽ നമ്മൾ ഡെറിവേഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബൈനറി ട്രീ മീൻസ് at most 2 children എന്നുള്ള ഫോമിലായിരിക്കും വരുന്നത്. സോ CNF ഫോമിൽ എപ്പോഴും ഡെറിവേഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് ബൈനറി ട്രീ ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെറിവേഷൻ ട്രീ നോട്ട് ഓൾവേസ് ബൈനറി ട്രീ, ബിക്കോസ് ഇവിടെ നമുക്ക് b will give you small b എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ വെറുതെ a ആൽഫ എന്നുള്ള ഫോമാണ്. സോ ഈ ആൽഫ നള്ളാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി മറ്റൊരു എലമെന്റ് മാത്രമേ വരുള്ളൂ. സോ മറ്റൊരു എലമെന്റ് ഉള്ളതുകൊണ്ട് അത് ബൈനറി ട്രീ ആവാൻ സാധ്യതയില്ല. സോ നോട്ട് ഓൾവേസ് എ ബൈനറി ട്രീ. സോ ഇതാണ് നോർമൽ ഫോം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇവിടുത്തെ ഡിഫറൻസിൽ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ് ടു ജനറേറ്റ് സ്ട്രിംഗ് ആണ് മെയിൻ പോയിന്റ്. സോ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ എങ്ങനെയാണ് Greibach normal ഫോമിലേക്ക് ആക്കേണ്ടത്, പിന്നെ തന്നിട്ടുള്ള CFGയുടെ രണ്ട് നോർമൽ ഫോംസിന്റെ ഡിഫറൻസ്. താങ്ക് യു.